മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കെ സുരേന്ദ്രന് രാജീവ് ചന്ദ്രശേഖരനെ എന്തുകൊണ്ടാണ് പ്രസിഡന്റ് ആക്കിയത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇനി എന്ത് വിളിച്ചു പറയും? ബി.ജെ.പിയിൽ തമ്മിത്തല്ലോ, ബി.ജെ.പിയിൽ ഗ്രൂപ്പ് കളിയോ എന്തൊക്കെയായിരുന്നു? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. കെ സുരേന്ദ്രൻ വ്യക്തമാക്കി പറയുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ എന്തിനാണ് പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത്. മാത്രമല്ല എവിടെയാണ് കൊലവിളി പോലും നടക്കുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതും നമുക്ക് ഇവിടെ കൊടുക്കാം. ആദ്യം രാജീവ് ചന്ദ്രശേഖരനെ എന്തുകൊണ്ട് പ്രസിഡന്റ് ആക്കിയെന്ന് കെ സുരേന്ദ്രൻ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള് ഒരു ഘട്ടം കഴിഞ്ഞു. പാർട്ടിയുടെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളെത്തി. ഒരു 20% നമ്മൾ എത്തുന്നു. ഇനി കുറെ കൂടി ഒരു കേഡറിനെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു പൊളിറ്റിക്സ് മാത്രം പോരാ. കുറച്ചുകൂടി പൊതുസമൂഹത്തെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവരുടെ പിന്തുണ ആർജിക്കാൻ കഴിയുന്ന നിലപാടുകൾ വേണം. മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP-ക്കാരല്ലാത്ത കൂടി ആകർഷിക്കാൻ കഴിയുന്ന ഒരു സമവായ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ കഴിവ് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളെ ഞങ്ങളുടെ പാർട്ടി അധ്യക്ഷനാക്കുന്നത്. ആ തീരുമാനം ശരിയായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടേത് CPM പോലെയല്ല. ഗോവിന്ദ മാഷും മറ്റേ പിണറായി മാത്രമാണ് ആ പാർട്ടി. ഞങ്ങളുടെ അങ്ങനെയല്ല. ഞങ്ങളൊരു ലീഡർ മുമ്പിൽ നിൽക്കുന്നു. ഒരു ടീമാണ് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നതും നടപ്പാക്കുന്നതും. ഒരു തുടർച്ചയാണ് ഞങ്ങളുടെ എല്ലാം. കഴിഞ്ഞ 5 വർഷം ചെയ്തതെല്ലാം മാറ്റിവെച്ചിട്ട് പുതിയ 5 വർഷം ചെയ്യുന്നതല്ല. ഓരോ 5 വർഷവും മറ്റേ 5 വർഷത്തിൻ്റെ തുടർച്ചയാണ്. രാജീവ് ചന്ദ്രശേഖർജി നന്നായി നയിക്കുന്നു. ഞങ്ങളെല്ലാം അതിന് പിന്നിൽ കൂട്ടായി പരിശ്രമിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ? അതായത് കേരളം ഭരിക്കുന്നതാരാ? UDF. കേരളത്തിലെ പ്രതിപക്ഷാര ഔദ്യോഗിക ഇടതുപക്ഷം. അതേസമയം ഇവിടെ BJP-ക്ക് എത്രയാ സീറ്റ് ഉള്ളത്? 3. അത് ഈ ടേമിൽ ഉണ്ടായതല്ലേ. എന്നാൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത കാലം മുതല് BJP-യിൽ ഗ്രൂപ്പ് കളിയോ ഗ്രൂപ്പ് തല്ലോ എന്ന നിരന്തരം മാധ്യമങ്ങൾ വിളിച്ചു പറയാ. എന്തിനേറെ പറഞ്ഞു, കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരനോ എന്തോ പ്രശ്നമാണെന്നല്ലായിരുന്നു ഇവിടെ മാധ്യമങ്ങൾ നിരന്തരം വിളിച്ചു പറഞ്ഞിരുന്നത്. അവരൊക്കെ ഇപ്പൊ എന്തു പറയുന്നു? കെ സുരേന്ദ്രൻ തന്നെ തുറന്നു പറയുന്നു രാജീവ് ചന്ദ്രശേഖരനെ എന്തുകൊണ്ടാണ് ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത്. കൂടുതൽ സ്വീകാര്യത, കൂടുതൽ ആളുകളിലേക്ക് സ്വീകാര്യത ഉണ്ടാക്കുക എന്ന കൃത്യമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ്. ആ ലക്ഷ്യം ഏറെക്കുറെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് 3 MLA-മാർ കേരളത്തിൽ വിജയിച്ചിരിക്കുന്നു. കേരളത്തിൽ തലസ്ഥാന നഗരി തന്നെ BJP പിടിച്ചിരിക്കുന്നു. നിരവധി മണ്ഡലങ്ങളിൽ വളരെ മികച്ച മുന്നേറ്റം നേടിയിരിക്കുന്നു. കേരളത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഒരേപോലെ ആ ഒരു സ്വീകാര്യതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വലിയൊരു മാറ്റം രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ BJP പ്രസിഡന്റ് ആക്കിയതോട് കൂടിയിട്ട് വന്നു കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യം. അത് കെ സുരേന്ദ്രൻ തന്നെ തുറന്നടിക്കുമ്പോ ഇനി എന്താ നമ്മുടെ മാധ്യമങ്ങൾ വിളിച്ചു പറയാ? തമ്മിൽ തല്ലുന്നു അല്ലെ ഗ്രൂപ്പ് കളിയെന്നോ? യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്യേണ്ടത് ഭരണപക്ഷത്തെ തമ്മിൽ തല്ലല്ലേ, അത് കഴിഞ്ഞ് പ്രതിപക്ഷത്തെ തമ്മിൽ തല്ലല്ലേ, അതും കഴിഞ്ഞിട്ടല്ലേ BJP-യിലെ തമ്മിൽ തല്ലുണ്ടെങ്കിൽ തന്നെ അത് പറയേണ്ടത്. എന്നാൽ ഇവിടെ BJP-ക്കെതിരെ മാത്രമേ എന്തെങ്കിലും വാതുറക്കൂ. യഥാർത്ഥത്തിൽ ഈ മന്ത്രിസഭ രൂപീകരണമൊക്കെയായി ബന്ധപ്പെട്ട് സതീശന്റെ തലയെടുക്കാൻ നിൽക്കാണ് KC വേണുഗോപാൽ എന്നുള്ളതൊരു യാഥാർത്ഥ്യല്ലേ. അത് കെ സുരേന്ദ്രൻ തുറന്നടിച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഓരോന്നും എണ്ണിയാ അദ്ദേഹം പറയുന്നത്. മദ്യനയത്തിൽ ഒപ്പിട്ടത് KC വേണുഗോപാൽ MLA പറഞ്ഞിട്ടുണ്ടോ? 2023 ബെക്കാഡി കമ്പനി പിണറായി വിജയന്റെ മുമ്പിൽ ഈ അപേക്ഷ കൊടുത്തതാണ്. ഫെബ്രുവരി 5-ാം തീയതി. ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയല്ല. ഇവർ മൂടി വെച്ചു LDF. അന്ന് എത്ര ശതമാനം ഷെയർ ഞങ്ങൾക്ക് കിട്ടുന്നില്ലായിരുന്നു തർക്കം. അവസാനം നടന്നില്ല. ഇദ്ദേഹം മന്ത്രിയായി 24 മണിക്കൂർ കഴിയുമ്പോൾ ഫയൽ നീങ്ങി. വകുപ്പ് വിവരം കഴിഞ്ഞില്ല. ലിജു അന്ന് മന്ത്രിയായിരുന്നില്ല, അതിനു മുമ്പ് തന്നെ ഒപ്പിട്ടു. ഇനി ഏതാൾ കോടതി പോയാലും ഇവിടെ ഈ മദ്യം പിന്നെ കമ്പനി തുടങ്ങാൻ അവർക്ക് അനുവാദം കൊടുക്കേണ്ടി വരും. കാരണം ധനബില്ല് പാസ്സായി. വളരെ ക്രുക്കഡായിട്ടാണ് VD സതീശൻ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധനബില്ല് പാസ്സായി. ഇനിയിപ്പോൾ ഞാൻ പോയിട്ട് പറയുകയാണ് എനിക്ക് ഒരു കമ്പനി ഉണ്ട്, ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, കിട്ടണം. ഇയാൾ പറയും ഞങ്ങളെ UDF തീരുമാനിച്ചില്ല. എന്ത് UDF? ഹൈക്കോടതി പോയാൽ അയാൾ കിട്ടും. അപ്പോൾ വെൽ പ്ലാൻഡ് ആണ്. ഇതിൽ നല്ല ദേഷ്യം ആർക്കുണ്ട്?
കെ.സി. വേണുഗോപാലിനും ലിജുവിനും എല്ലാം ഉണ്ട്. ഇതൊക്കെ സത്യങ്ങളാണ്. ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒന്നുമില്ല, അല്ല, പച്ചയായ സത്യങ്ങളാണ്. LDF-നേക്കാൾ ഭീകരമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പോൾ UDF ലുണ്ട്. ഇനിയിപ്പോൾ ലീഗുകാർ ആദ്യം ഇവർ പറഞ്ഞിട്ടാണല്ലോ വീടി വന്നത്, അല്ലെങ്കിൽ ആരും വരുന്നില്ലല്ലോ. തങ്ങളും പാണക്കാട് തങ്ങളും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടാണല്ലോ വീടി വരുന്നതല്ല. നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയൊന്നുമല്ല, അതൊക്കെ ഒരു സ്പോൺസേഡ് കലാപരിപാടികളായിരുന്നു. അവരും ഇപ്പോൾ അഭിപ്രായ വ്യത്യാസത്തിലാണ് പല കാര്യങ്ങളിലും. ഇപ്പം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് 4 മന്ത്രി ഒഴിച്ചിട്ട് 17 മന്ത്രിമാരുടെ സ്റ്റാഫിനെ വെച്ചിട്ടില്ല. അന്വേഷിക്കും നിങ്ങൾ. ഞാൻ ഒരു വാർത്തയും കണ്ടില്ല. 17 മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് പൂർത്തിയായിട്ടില്ല. വെച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. CPM-മാരെ വെച്ചു എന്ന് പറയുന്നു, അങ്ങനെ വെച്ചു എന്ന് പറയുന്നു, കുറേ പേര് പറയുന്നു RSS-കാരെ BJP-കാരെ വെച്ചു എന്ന് പറയുന്നു. വലിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ തന്നെ 1.5 മാസത്തിനുള്ളിൽ ഹണിമൂൺ പോലും ആഘോഷിക്കാൻ കഴിയുന്നില്ലെന്ന് മുരളീധരൻ തന്നെ പറഞ്ഞിരിക്കുന്നു. വീണ ജോർജിനേക്കാൾ അബദ്ധമാണ് ആരോഗ്യ വകുപ്പിൻ്റെ സ്ഥിതി. എല്ലാ വകുപ്പിലും പ്രശ്നങ്ങളുണ്ട്. KSRTC-യുടെ അവസ്ഥ എന്താകുന്ന ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ ഞാൻ പറയും. ഇപ്പോൾ നമ്മളെല്ലാം സന്തോഷിച്ചു, നല്ല കാര്യം, സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടി. പക്ഷെ എന്താവും ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ഗതിയെന്ന് കൊറിയർ തുടങ്ങുമ്പോൾ എന്നാണ് പറയുന്നത്. ഇതൊക്കെ ശാസ്ത്രീയമായ മാർഗ്ഗങ്ങളാണോ? പാർസൽ വണ്ടി കയറ്റിയിട്ട് ആളുകളെ എങ്ങനെ കയറ്റും? അപ്പോൾ ഇതൊക്കെ ഉണ്ട്. പിന്നെ അതിനേക്കാളെല്ലാം ഭീകരം കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങൾ. ഇപ്പോൾ കർണാടകയിൽ നേതൃമാറ്റം ഉണ്ടായില്ലേ? എന്താ കേരളത്തിൽ അസാധ്യമായിട്ടുള്ള കാര്യമാണോ? കെ.സി. വേണുഗോപാൽ വെറുതെ ഇരിക്കുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? കാശ് ചെലവാക്കിയത് KC-ആണ്. അപ്പോൾ അതിനയാൾക്ക് ഫലം കൊയ്തേറ്റാൽ പോളൂ. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനൊക്കെ ഇടയിൽ എന്താണ് സാധ്യതകൾ എന്നുള്ളതാണ് ഞങ്ങളും അന്വേഷിച്ചുകൊണ്ട്. നിങ്ങൾ കേട്ടില്ലേ? ക്യാഷ് ചെലവഴിച്ചത് KC-ആണ്. അതൊരു രഹസ്യമായ പരസ്യമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനൊന്നും എന്തെങ്കിലും തെളിവുണ്ടോ വെച്ച് യാതൊരു തെളിവില്ല. പക്ഷെ ആളുകളൊക്കെ തന്നെ ഇത്തരത്തിൽ കൃത്യമായിട്ട് എടുത്തു പറയുന്നു. കെ. സുരേന്ദ്രൻ പറയുന്നു ക്യാഷ് ചെലവാക്കിയത് KC വേണുഗോപാല. അയാൾ വെറുതെ ഇരിക്കുമെന്നുള്ളത് ഒരു ലളിതമായ ചോദ്യമാണ്. പക്ഷെ അത് തന്നെയാണ് നടക്കാനും പോകുന്നത്. VD സതീശൻ ഈ മന്ത്രിസഭയൊക്കെ അങ്ങ് പൂർത്തീകരിക്കും, ഈ 5 വർഷമൊക്കെ തികയ്ക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്, ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗൊക്കെ തന്നെയായിരുന്നു ഇയാളെ മുഖ്യമന്ത്രിയൊക്കെ പിടിച്ചാക്കിയിട്ടുണ്ടായിരുന്നത്. അവരും ഇപ്പോ പ്രശ്നത്തിൽ തന്നെയാണ്. കെ. സുരേന്ദ്രൻ ഇതൊന്നും വെറുതെ പറയില്ല, കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും. മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗത്ത് തൂഫാൻ നടക്കുക, ലഹരിക്കെതിരെ എന്ന് ഒരു ഭാഗത്ത് ഇവിടെ സതീശൻ കച്ചവടടിച്ച്, അതായത് മന്ത്രി പോലും തിരിച്ചറിയാതെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചൊക്കെ പല ഡീലുകൾ സതീശൻ ഒരാളെ പോലും അറിയിക്കാതെ KC വേണുഗോപാലിന്റെ സ്വന്തക്കാരനായിട്ടുള്ള KPC സെക്രട്ടറി PM നിയാസ് ഇവിടെ സതീശനെ കാണാൻ അനുവാദം ചോദിച്ചിട്ട് എത്ര കാലമായിട്ട് കാത്തിരിക്കുക, എത്ര സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു അടുപ്പിക്കൽ, അതായത് KC വേണുഗോപാലും ഈ പറയുന്ന VD സതീശനും അടിമുറുകിക്കൊണ്ടിരിക്കുക. മാത്രമല്ല KSU പ്രസിഡന്റ് എന്താണ് ഇപ്പൊ അവസ്ഥ? അനുവാദം ചോദിച്ചിട്ട് അനുവാദമല്ല, KSUവിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് അടിച്ചങ്ങ് ആക്ഷേപിച്ചതാ VD സതീശൻ. അതായത് കോൺഗ്രസിന്റെ ഉള്ളിൽ ചേരി തിരിഞ്ഞ് അടി തുടങ്ങിയിട്ടുണ്ട്. ചേരി തിരിഞ്ഞ് ഒരു ജനാധിപത്യവും ഹൈക്കമാൻഡ് നോക്കാതെയാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് എന്നുള്ളതൊക്കെ സകല മലയാളികൾക്ക് അറിയാവുന്നതല്ലോ. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിയോ കടുംപിടുത്തം പിടിച്ചോ, ഹൈക്കമാൻഡ് അത് അംഗീകരിച്ചു. ഹൈക്കമാൻഡ് അംഗീകരിച്ചില്ലെങ്കിൽ നാളെ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വിജയിക്കൂല, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്നാൽ ലീഗ് വിജയിപ്പിക്കില്ല. ആ പേടി കൊണ്ട് അങ്ങനെ ലീഗ് പറയുന്നത് പോലെ മാത്രമാണ് ഇപ്പൊ ഹൈക്കമാൻഡ് പോലും കേൾക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സതീശ മുഖ്യമന്ത്രിയായത്. ഇതൊക്കെ സകല മലയാളികൾക്കും അറിയാവുന്നത് തന്നെയല്ലേ. വളരെ വ്യക്തമാണ്. ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന UDF-ൽ തമ്മ് തല്ല് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുക. ദിനം പ്രതി തമ്മ് തല്ല ഓരോ വിഷയത്തിലും. എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങള് BJP-യിൽ ഇങ്ങനെ നാളല്ലേ, ഇവിടെ ഭരണപക്ഷത്തുള്ള ഔദ്യോഗിക പ്രതിപക്ഷത്തേക്ക് എത്തില്ല, എന്നിട്ടും അടി ഇവിടെയാ എന്ന് പറയുന്നത് കൃത്യമായ മാധ്യമങ്ങളുടെ അജണ്ടയാണെന്ന് സകലരും തിരിച്ചറിയാം. എത്ര കാലം മറച്ചു പിടിക്കും? ലളിതമായ ചോദ്യ. എത്ര കാലം KC വേണുഗോപാലും സതീശനും തമ്മിലുള്ള തമ്മത്തല്ലേ നമ്മുടെ മാധ്യമങ്ങൾ മനഃപൂർവ്വം മറച്ചു പിടിക്കുക? അടിയാണ്. PM നിയാസ് കൃത്യമായിട്ട് അടിക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്ത്, KSU പ്രസിഡന്റ് മറ്റൊരു ഭാഗത്തുണ്ട്, ചില വക്താക്കൾ സോഷ്യൽ മീഡിയയിൽ രംഗത്തുണ്ട്. KC പക്ഷവും സതീശൻ പക്ഷം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ തോന്നുന്നുണ്ട്. സതീശൻ തന്നെ അടി തുടങ്ങി. ഇത് മാധ്യമങ്ങൾ മിണ്ടുന്നില്ല. ഏതായാലും കെ. സുരേന്ദ്രൻ തുറന്നടിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ സകല മലയാളികളും തിരിച്ചറിയുക.